ആരു കണ്ണുകളടച്ച് കട്ടിൽ കിടന്നു. ആ ദിവസം മുഴുവൻ ക്ഷീണിച്ചതിനാൽ അവൾ ഉറങ്ങിപ്പോയിരുന്നു. പിറ്റേന്ന് ആരു രാവിലെ അവൾ ഞെട്ടിയുണർന്നു. അവളിപ്പോഴും ആ വിവാഹ വസ്ത്രത്തിൽ തന്നെയാണ്. അവൾ രാത്രി കിടന്ന അതേ സ്ഥാനത്ത് തന്നെ കിടക്കുന്നു. ഭക്ഷണം കഴിക്കാതെ ഉറങ്ങിയത് കൊണ്ട് തന്നെ അവൾ വളരെയധികം ക്ഷീണിച്ചിരുന്നു. പക്ഷേ പട്ടിണി അവൾക്ക് ശീലമായിരുന്നു. എന്നാലും അവൾ നന്നായിട്ടുറങ്ങി. എങ്ങനെ ഇത്രയും സമയം ഉറങ്ങാൻ കഴിഞ്ഞു? അവൾ ഒരു നിമിഷം ഓർക്കാതിരുന്നില്ല. പെട്ടെന്നാണ് അവൾ ആരു തുറന്നു കിടക്കുന്ന വാതിൽ കണ്ടത്. താൻ ഇന്നലെ വാതിലടച്ചിട്ടില്ലെന്ന് അവൾ ഓർത്തുപോയി. എന്നിട്ടും തന്നെ ആരും വിളിക്കാൻ വരാത്തത് എന്തെന്ന് അവൾ ചിന്തിച്ചു. അഗ്നി അവളുടെ മുറിയിലേക്ക് വന്നപ്പോൾ ആരു എന്തൊക്കെയോ ആലോചിച്ച് അവിടെ നിൽക്കുകയാണ്. അഗ്നിയെ കണ്ടതും ആരു ഒന്ന് ഭയന്നു. കൈകളിലിട്ടിരിക്കുന്ന ഡ്രസ്സിൽ മുറുക്കെ പിടിച്ച് ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ആരു ഇപ്പോഴും ഇന്നലത്തെ പോലെ തന്നെയായിരുന്നു എന്ന് അവൻ ഒരു നിമിഷം ഓർത്തു. അവൾ തലകുനിച്ച് കണ്ണുകൾ നിലത്തുറപ്പിച്ചു നിന്നു. അഗ്നി തൻ്റെ 2 കൈകളും പിന്നിൽ വെച്ചുകൊണ്ട് ഇടിമുഴക്കത്തോടെ പറഞ്ഞു, ഇവിടുത്തെ നിയമങ്ങൾ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? കിച്ചു ഇന്നലെ എല്ലാം വിശദീകരിച്ച് തന്നിരുന്നു, ശരിയല്ലേ? പിന്നെ ഫുഡ് കഴിക്കാൻ പോലും വരാതെ നീ എങ്ങനെ ഉറങ്ങി? അവൻ നിന്ന് അലറുകയായിരുന്നു. ആരു അപ്പോഴും അതേ സ്ഥാനത്ത് തന്നെ നിന്നു. അത് കണ്ടതും അഗ്നിക്ക് ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി. വീണ്ടും അവൻ അലറി, എനിക്ക് നിന്നോട് സംസാരിക്കണം, എനിക്ക് സംസാരിച്ചേ പറ്റൂ. നീ ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോടി പുല്ലേ? ചിപ്പ്, എൻ്റെ മുഖത്തേക്ക് നോക്കടി. എന്നിട്ടും ആരും മുഖം ഉയർത്തിയില്ല. അവൾ അപ്പോഴും നിന്ന് വിറക്കുകയാണ്. അഗ്നി ആരുവിൻ്റെ അരികിൽ വന്നു നിന്നു. ആരു അവിടെ തന്നെ മരവിച്ചു നിന്നു. അവൾക്കൊന്ന് ചലിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നത് പോലെ തോന്നി അവൾക്ക്. അഗ്നി ആരുവിൻ്റെ മുഖം താടിയലിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. അപ്പോഴും ആരുവിൻ്റെ കൺപോളകൾ താഴ്ന്നിരുന്നു. അഗ്നി അവളുടെ താടിയിൽ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ സംസാരിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ എന്നിലായിരിക്കണം, മനസ്സിലായോടി പന്ന മോളെ? നിന്റെ കണ്ണ് തുറക്കടി, എന്നെ നോക്കാൻ. അവൻ്റെ അലറൽ ആ റൂമിൽ പ്രതിധ്വനിച്ചു. ആരും ഇതുവരെ ഒരിക്കൽ പോലും അഗ്നിയെ കണ്ടിട്ടില്ലാത്തതിനാൽ അവൾ തൻ്റെ കൺപോളകൾ മാറ്റി അഗ്നിയെ നോക്കി. അവനെ കണ്ടപ്പോൾ അവൾ ഒരു നിമിഷം എല്ലാം മറന്ന് അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇത്രയും സുന്ദരനും ആകർഷണവുമായ ഒരാൾ തന്നെ വിവാഹം കഴിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവൻക്ക് ഇത്രത്തോളം ഭംഗിയുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ഒരാളുടെ കാണുമ്പോഴുള്ള സൗന്ദര്യമല്ല ഭംഗിയെന്നറിയാം അവൾക്ക്. പക്ഷേ ഇത്രയും സുന്ദരനായ ഒരാൾ തന്നെ വിവാഹം കഴിക്കുമോ എന്ന സംശയമായിരുന്നു അവൾക്ക്. ഭാഗ്യമായി തോന്നിയത് ഒന്നുകിൽ അവൾ സ്വപ്നം കാണുകയായിരുന്നു, അതോ ഇതെല്ലാം ഒരു തമാശയായിരിക്കുമോ? അവൾ ചിന്തിക്കാതിരുന്നില്ല. ആരും അപ്പോഴും ഇമ വെട്ടാതെ അഗ്നിയെ തന്നെ നോക്കിയിരുന്നു പോയി. അഗ്നിയുടെ അവസ്ഥയും മറിച്ചല്ല. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ അത്ഭുതം തോന്നി. ഇത്രയും മനോഹരമായ കണ്ണുകൾ താൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും നിഷ്കളങ്കമായ കണ്ണുകൾ അഗ്നിയുടെ ഹൃദയത്തെ ആകർഷിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം ആ മനോഹരമായ കണ്ണുകളിൽ പടർന്ന ശൂന്യതയും ഏകാന്തതയും അഗ്നിയിൽ നിന്ന് മറഞ്ഞിരുന്നില്ല. ആരുവിൻ്റെ കണ്ണുകളിൽ അഗ്നിയെല്ലാം മറന്ന് അവൾ എന്ന പെണ്ണിൽ താൻ അലിഞ്ഞു പോകുന്നത് പോലെ, എൻ്റെ ദേഷ്യമെല്ലാം ആവിയാകുന്നത് പോലെ, തൻ്റെ മനസ്സൊന്ന് തണുക്കുന്നത് പോലെ, എല്ലാം കൊണ്ടും തന്നിലൊരു പോസിറ്റീവ് ഫീൽ തോന്നി അവന്. പെട്ടെന്നാണ് അവനൊരു കാര്യം ഓർമ്മ വന്നത്. അവൻ ദേഷ്യത്തോടെ ആരുവിൻ്റെ കവളിൽ മുറുക്കെ പിടിച്ച് അവളെ തള്ളി മാറ്റി. ആരു അത്ഭുതത്തോടെ അഗ്നിയെ നോക്കി നിന്നു. അഗ്നി വീണ്ടും കൈകൾ പിന്നിലേക്ക് നീക്കി ആരുവിനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു, നിനക്ക് ഞാൻ 15 മിനിറ്റ് സമയം തരും. നിന്റെ വേഷം മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മേശയിലേക്ക് വന്നിരിക്കണം. ആരും ഒരനക്കവുമില്ലാതെ നിന്നുപോയി. അവളെ ഒന്നുകൂടെ കലിപ്പിൽ നോക്കി അവൻ പുറത്തേക്കും ഇറങ്ങി. അഗ്നി പോയതിന് തൊട്ട് പിന്നാലെ കിച്ചു മുറിയിലേക്ക് വന്നു. ആശയക്കുഴപ്പത്തോടെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് അത്താഴത്തിന് സമയത്ത് വരാൻ പറഞ്ഞിരുന്നു. നിങ്ങളെ വിളിക്കാൻ വന്നിരുന്നു. പക്ഷേ മേഡം ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് സാറിനോട് പറയേണ്ടി വന്നു. കിച്ചു വിഷമത്തോടെയാണ് അവളോട് അത് പറയുന്നത്. പക്ഷെ ആരും അത് കേട്ടൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് കിച്ചു വീണ്ടും പറഞ്ഞു, ഇനിയെങ്കിലും വേഗം ഡ്രസ്സ് മാറ്റ്. 5 മിനിറ്റ് ഇതിനകം കഴിഞ്ഞു. സാറ് താഴെ നിങ്ങൾക്കായി കാത്തിരിക്കുവാണ്. ഇനിയും സാർ ഇങ്ങോട്ട് വന്ന എന്താ നിങ്ങൾ ചെയ്യുക എന്ന് സാറിന് തന്നെ അറിയില്ലായിരിക്കും. ആരു തിടുക്കത്തിൽ ബാത്റൂം തിരയാൻ തുടങ്ങി. അപ്പോൾ കിച്ചു ബാത്റൂമിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, അവിടെയാണ് ബാത്റൂം. വസ്ത്രങ്ങൾ പുറത്ത് അലമാരയിലാണ്. ദയവായി ഇനിയും വൈകരുത്. അവൻ അവളെ നോക്കി ദയനീയതയോടെയാണ് പറഞ്ഞത്.
ആരു തിടുക്കത്തിൽ ബാത്റൂമിൽ കയറി വസ്ത്രങ്ങൾ അഴിക്കാൻ തുടങ്ങി. തിരക്ക് കാരണം അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അതിനിടയിൽ പിന്നെ അവിടെയും ഇവിടെയും കുത്താനും. എന്നിട്ടും അവൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അവളുടെ കൈകൾ പലയിടത്തും പിന്നുകുത്തി ചെറിയ മുറിവുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഒടുവിൽ 7 മിനിറ്റിനുള്ളിൽ അവൾ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി. ആ നിമിഷം തന്നെ അവൾ വേഗം കുളിച്ച് പുറത്തിറങ്ങി വാർഡ്രോബിൽ നിന്ന് വസ്ത്രങ്ങൾ തിരയാൻ തുടങ്ങി. വാർഡ്രോബിന് ധാരാളം വസ്ത്രങ്ങളുണ്ട്. അവയെല്ലാം പുതിയ മോഡലുള്ളതായിരുന്നു. ആരൊരു സാധാരണ പെൺകുട്ടിയാണ്. അവൾക്ക് മോഡൽ വസ്ത്രങ്ങൾ ഇഷ്ടമല്ല. അവയെ എങ്ങനെ ധരിക്കണമെന്നറിയില്ലായിരുന്നു അവൾക്ക്. അതിനാൽ അവൾ ബാഗിൽ നിന്നൊരു കുർത്ത എടുത്ത് അതിനൊപ്പം ജീൻസും ധരിച്ചു. നനഞ്ഞ മുടി അതേപടി അഴിച്ചിട്ടൊരു ദുപ്പട്ട ഇട്ടു. അഗ്നി നൽകിയ സമയത്തേക്കാൾ 5 മിനിറ്റ് വൈകി. അത് കാരണം ആരുവിൻ്റെ കൈകളും കാലുകളും വീണ്ടും വിറയ്ക്കാൻ തുടങ്ങി. പക്ഷേ അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്നാലും അവൾക്ക് പുറത്തു പോകേണ്ടി വന്നു. അതിനാൽ അവൾ സാധാരണ ഒരു ചെരുപ്പ് ധരിച്ച് പുറത്തിറങ്ങി. അഗ്നി അപ്പോഴും ആരുവിനെ കാത്തിരിക്കുകയാണ്. അയാൾ വാച്ചിലേക്കും കിച്ചുവിനെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ആരു വരുന്നത് അവൻ കണ്ടത്. ലളിതമായ വസ്ത്രത്തിൽ, മേക്കപ്പ് ഇല്ലാത്ത, സൈഡിലൊരു ദുപ്പട്ടയും ഒരു മേക്കപ്പും ഇല്ലാഞ്ഞിട്ടും അവൾ വളരെ സുന്ദരിയാണെന്ന് തോന്നി അവന്. ആരു താഴേക്ക് നോക്കി തന്നെയാണ് വരുന്നത്. അഗ്നി അവളെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. അവൾ എന്ന പെണ്ണിൽ വല്ലാത്തൊരാകർഷണമുള്ളതായി അവന് തോന്നി. അവൻ കണ്ണിമ ചിമ്മാതെ അവളെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ ഡൈനിങ് ടേബിളിനടുത്തെത്തിയപ്പോൾ അഗ്നി എഴുന്നേറ്റ് ആരുവിൻ്റെ താടിയിൽ പിടിച്ചു മുഖമുയർത്തി. ആരു അഗ്നിയെ ഒന്ന് നോക്കി മനസ്സിൽ പറഞ്ഞു, ഇനി എന്ത് ശിക്ഷയാണ് ഈ കാലൻ എനിക്ക് തരാൻ പോകുന്നത്? അവൾ അറിയാതെ മനസ്സിൽ ഓർത്തുപോയി. അഗ്നി ആരുവിനെ ഒരു നിമിഷം നോക്കി നിന്ന് കിച്ചുവിനെ ഒരാംഗ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചു. ആ നിമിഷം തന്നെ കിച്ചുവിൻ്റെ കവളിൽ ശക്തിയായി അടിച്ചിരുന്നു അവൻ. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, ഇവൾ അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാവൂ എന്ന്. കിച്ചു അവൻ്റെ കവളിൽ കൈവച്ചു. അതെ സർ. അഗ്നി വീണ്ടും കിച്ചുവിൻ്റെ മറ്റേ കവളിലും തള്ളി. ഞാൻ നിനക്ക് 15 മിനിറ്റ് തന്നു ഇല്ലേ? എന്നിട്ടും എങ്ങനെയാണ് ഇത്രയും അവൾ വൈകിയത്? കിച്ചു അവൻ്റെ മറ്റേ കവളിലും കൈവച്ചു. അവനത് മാറ്റിവെച്ച് പറഞ്ഞു, സോറി സർ, ഇനിത് സംഭവിക്കില്ല, ക്ഷമിക്കണം. എന്നാൽ ഇതെല്ലാം കണ്ട് പേടിച്ചു വിറച്ച് ആരു കിച്ചുവിനെയും അഗ്നിയെയും മാറി മാറി നോക്കി. അഗ്നിയെ കണ്ടപ്പോൾ അവളുടെ ഉള്ളൊന്ന് വിറച്ചു. കിച്ചുവിനെ അവളുടെ തെറ്റിന് ശിക്ഷിക്കുന്നത് അവൾക്കൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അവൾക്കല്പം തലകറക്കം അനുഭവപ്പെടാൻ തുടങ്ങി. എന്നാൽ അഗ്നി അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും അലറി, ഈ നിമിഷം തിരിച്ചുപോയി കൊണ്ടുവന്ന ബാഗുകൾ വലിച്ചെറിഞ്ഞ് അലമാരയിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചു വാടി. ഇത്തവണ അഗ്നി ആരുവിനെ നോക്കി പറഞ്ഞ വാക്കുകളിൽ കിച്ചുവും ആരുവും ഒന്ന് വിറച്ചുപോയി. ആ നിമിഷം തന്നെ ആരു തൻ്റെ മുറിയിലേക്ക് ഓടിയിരുന്നു. തൻ്റെ കാരണം കൊണ്ടാണ് കിച്ചു തല്ലുകൊള്ളേണ്ടി വന്നതെന്ന് അവൾക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. അവൾ വാർഡ്രോബിൽ നിന്ന് വസ്ത്രങ്ങൾ തിരയുമ്പോൾ കിച്ചു അകത്തേക്ക് കയറി വന്നുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ളതാണ്. ആരുവിൻ കിച്ചുവിനെ കണ്ടപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു വേദന അനുഭവപ്പെട്ടു. കിച്ചുവിനോട് ക്ഷമ ചോദിക്കാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ അവളുടെ നാവ് ആ നിമിഷം അനങ്ങിയില്ല. പെട്ടെന്നാണ് കിച്ചു അവൾക്ക് വേണ്ടി വെള്ളം കൊണ്ടുവന്നത്. ആരു വെള്ളത്തിലേക്കും കിച്ചുവിൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. അത് കണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ കിച്ചു പറഞ്ഞു, സാറ് നിങ്ങൾക്ക് തലകർക്ക് അനുഭവപ്പെടുന്നത് കണ്ടിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്നോട് വെള്ളം കൊണ്ടുതരാൻ പറഞ്ഞത്. അവൻ പതിയെയാണ് പറഞ്ഞത്. അത് കേട്ട് ആരു ഞെട്ടിപ്പോയി. കാരണം അഗ്നി ആ ചെറിയ കാര്യം പോലും ശ്രദ്ധിച്ചല്ലോ എന്നോർത്ത് അവൾക്ക് അത്ഭുതം തോന്നി. ഒരു വശത്ത് അവൻ അവളെ വളരെയധികം പീഡിപ്പിക്കുന്നുണ്ട്, മറുവശത്ത് അവൻ അവളെക്കുറിച്ച് വേവലാതിയുമുണ്ട്. ആരു ഡ്രസ്സ് നോക്കുന്നതിനിടയിൽ അവൾ ചിന്തിച്ചു പോയിരുന്നു. ആരു വീണ്ടും വാർഡ്രോബ് തുറന്ന് നിരാശയോടെ ആ വസ്ത്രങ്ങൾ നോക്കാൻ തുടങ്ങി. അവൾ കുറച്ച് മുൻപ് നിരസിച്ച വസ്ത്രങ്ങൾ, അതിലെ എല്ലാ ഡ്രസ്സുകളും പഴയതിനേക്കാൾ മികച്ചതായിരുന്നു. മറ്റു ചിലതിന് ഒരു സ്ലീവ് നഷ്ടപ്പെട്ടു, ചിലതിന് രണ്ടുമില്ല. ചിലത് മുട്ടിനോടൊപ്പമുള്ള ഇറക്കം. അത് കണ്ടതും ആരുവിൻ്റെ മുഖം വീർത്തു. എന്നാൽ അവളുടെ ചെയ്തികളെല്ലാം ശ്രദ്ധിച്ച് കിച്ചു അവിടെ നിൽക്കുന്നുണ്ട്. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അതേ പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ മിസ്സിസ് അഗ്നിദേവാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരും മാഡം. ദയവായി എന്നെ മാഡം എന്ന് വിളിക്കുന്നത് നിർത്തുമോ പ്ലീസ്? എനിക്കത് കേൾക്കുമ്പോൾ എന്തോ പോലെ. ആരു അസ്വസ്ഥതയോട് അവനോട് പറഞ്ഞു. കിച്ചു അത് കേട്ട് ആരുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കാൻ തുടങ്ങി. ആരുവിൻ്റെ ശബ്ദം അവളുടെ കണ്ണുകൾ പോലെ വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ഞാനെന്താ നിങ്ങളെ വിളിക്കേണ്ടത് മാഡം? അവൻ വിക്കി വിക്കി പറഞ്ഞു.
നിങ്ങൾ എനിക്കെൻ്റെ സാറിൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് നിങ്ങളെ മേഡം എന്ന് വിളിക്കാനേ എനിക്ക് കഴിയുകയുള്ളൂ. കിച്ചു ആരുവിനെ നോക്കി പറഞ്ഞു. വേണ്ട, നീ എന്നെ ചേച്ചിയെന്ന് വിളിച്ചാൽ മതി. അങ്ങനെ നീ വിളിക്കുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ കാരണം കൊണ്ട് നീ അടി വാങ്ങി. അതിലെനിക്ക് വളരെ വേദന തോന്നുന്നുണ്ട്. ദയവായി എന്നോട് ക്ഷമിക്കണം. ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല. ആ കാലൻ നിന്നെ അടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആരു വിഷമത്തോടെ കിച്ചുവിനെ നോക്കി പറഞ്ഞു. അത് കേട്ട് കിച്ചുവിൻ്റെ ചുണ്ടിൽ ഒരു മനോഹരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൻ പതിയെ തലയാട്ടി. കിച്ചു ആ പുഞ്ചിരിയോടെ തന്നെ പുറത്തേക്ക് പോയി. ആ നിമിഷം തന്നെ ആരു ഡോറടച്ച് അവൻ പറഞ്ഞ ഡ്രസ്സിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് അതിലേക്കൊന്ന് നോക്കി. അവൾക്കെന്തോ ആ ഡ്രസ്സ് താൻ ധരിക്കണമല്ലോ എന്നോർത്ത് വല്ലാത്ത സങ്കടം വന്നു. താൻ ഇതുവരെ ഇതുപോലെയുള്ള മോഡൽ ഡ്രസ്സ് ധരിച്ചിട്ടില്ല. അവൾ മനസ്സിലോർത്തുകൊണ്ട് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഇനിയും വൈകി ആ കലിപ്പൻ വീണ്ടും ആ പാവത്തിനെ തല്ലുമെന്നവൾ വേദനയോടെ ഓർത്തു. പെട്ടെന്ന് ഡ്രസ്സ് മാറ്റാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് അവൾ അവളെ ഒന്ന് മൊത്തത്തിൽ ഗ്ലാസ്സിലൂടെ നോക്കി. അവൾക്കെന്തോ പോലെ തോന്നി. പക്ഷേ ഈ ഡ്രസ്സ് ധരിക്കാതിരിക്കാൻ വയ്യല്ലോ. ആ കാലൻ വലിച്ചു കീറും. അതോർത്തവൾ പുറത്തേക്ക് പോരാൻ വാതിൽ തുറന്നതും തൊട്ടു മുന്നിൽ തന്നെ അഗ്നി നിൽക്കുന്നുണ്ട്. അവനെ അവിടെ അവൾ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവളൊന്ന് ഞെട്ടിയിരുന്നു. എന്നാൽ ഇതേ സമയം അഗ്നി അവളെ കണ്ടതും അവൻ്റെ കണ്ണൊന്ന് വികസിച്ചുവോ. അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം വന്നു മൂടുന്നത് പോലെ അവന് തോന്നി. അതേ വികാരത്തോടെ അഗ്നി റൂമിലേക്ക് കയറി വാതിലടച്ചു. അതുകൂടിയായതും ആരു നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അത് കണ്ടതും കണ്ണിൽ വല്ലാത്തൊരു ഭാവത്തോടെ അവൻ അവളുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. അതിനനുസരിച്ച് അവൾ പുറകിലേക്കും പോയി അവൾ ചുമരിൽ തട്ടി നിന്നു. ആരുവിൽ വല്ലാത്തൊരു തരം ഭയം വന്നു മൂടി. അവൻ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നവൾ ഭയന്നു. അവളുടെ ഉള്ളിലെ ഭയം അവളുടെ ശരീരത്തിൽ നിന്ന് അവന് മനസ്സിലാക്കാമായിരുന്നു. അവനതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ചുമരിൽ അവൻ്റെ കൈകുത്തി അവളെ ബ്ലോക്ക് ചെയ്തു നിന്നു. ആരു തല താഴ്ത്തി നിന്ന് വിറയ്ക്കുവാണ്. അത് കണ്ടതും അവനിൽ ദേഷ്യം ആളിക്കത്തി. അവൻ മുഖം തിരിച്ച് അവളുടെ അടുത്തേക്ക് വന്ന് ചെവിയോടടുത്ത് വന്ന് അവൻ്റെ ചുടുനിശ്വാസം അവളുടെ ചെവിയിലും കഴുത്തിലും തട്ടിയതും അവളുടെ ശരീരത്തിലൂടെ കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ അനുഭവപ്പെട്ടു അവൾക്ക്. അവളുടെ കൈ ഡ്രസ്സിൽ അമർത്തി പിടിച്ചു. ഇതെല്ലാം അഗ്നി ആസ്വദിച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. അതിനിടയിൽ അവൻ പറഞ്ഞു, ഇപ്പോഴാണ് നീ മിസ്സിസ് ആരാധ്യ അഗ്നിദേവായത്. ഈ വസ്ത്രം നിന്റെ ശരീരത്തിന് നന്നായി ഇണങ്ങുന്നുണ്ട്, ഹോട്ടായിട്ടുണ്ട്. അവൻ വല്ലാത്തൊരു ഭാവത്തോടെയാണത് പറഞ്ഞത്. അവൻ്റെ വാക്കുകൾ അവൾക്ക് അരോചകമായി തോന്നി. അവൾ മനസ്സിൽ അവനെ പ്രാഗിക്കൊണ്ടിരുന്നു. അഗ്നി അപ്പോഴും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുവാണ്. പരൽമീനിനെ പോലെ പിഴയ്ക്കുന്ന കണ്ണും നീണ്ട നാസികയും ചുവന്ന ആപ്പിൾ പോലെ തുടുത്തു നിൽക്കുന്ന കവിളും ചോര തൊട്ടെടുക്കാൻ പാകത്തിന് നിൽക്കുന്ന ആദരവും അവനെ വേറെ ഏതോ ലോകത്തേക്ക് എത്തിച്ചിരുന്നു. അവളോടുള്ള ദേഷ്യവും വെറുപ്പിലും ഒരു നിമിഷം അവൻ മറന്നുപോയി എന്ന് വേണം പറയാൻ. ആരുവിൻ്റെ ഹൃദയം പതിവിലും കൂടുതൽ വേഗത്തിൽ മിഴിക്കാൻ തുടങ്ങി. അവന് നടന്ന് മാറിയിരുന്നെങ്കിൽ എന്നവൾ മനസ്സാൽ പ്രാർത്ഥിച്ചു. ആ വസ്ത്രത്തിൽ അവൾക്ക് അസ്വസ്ഥത തോന്നിയതിനാൽ അവൾ അഗ്നിയെ കണ്ണുയർത്തി നോക്കിയതേയില്ല. എന്നാൽ കിച്ചുവിനെ തൻ്റെ പേരിൽ ഇനിയും ഈ കാലം ഞാൻ നോക്കാത്തത് കാരണം അടിക്കുമോ എന്നവൾ ഭയന്നു. അതുപോലെ അവനെ ഇനി അടികൊള്ളിക്കാതിരിക്കാനാണ് അവൾ കംഫർട്ട് അല്ലെങ്കിൽ കൂടെ ആ ഡ്രസ്സ് ധരിച്ചത് പോലും. എന്നാൽ ആരു അഗ്നിയെ നോക്കാതിരുന്നപ്പോൾ അഗ്നി ആരുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു പറഞ്ഞു, നിനക്ക് എന്താണ് പൊന്ന മോളെ, അൾഷിമേഴ്സുണ്ടോ? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത് നീ മറന്നുപോയോ? ഞാൻ സംസാരിക്കുമ്പോൾ നീ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കണമെന്ന് പറഞ്ഞത്. നിനക്ക് ഞാൻ പറഞ്ഞത് കേൾക്കാൻ മടിയുണ്ടോടി? നീ എന്താ കുറ്റവാളിയാണോ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കാൻ? തെറ്റ് ചെയ്തവരെ ഇങ്ങനെ മറ്റൊരാളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. നിന്റെ മുഴുവൻ സ്വഭാവം എനിക്കറിയാം. നീ എങ്ങനെയുള്ള പെൺകുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് പുല്ലേ. അവൻ അലറുകയായിരുന്നു. അവൻ്റെ അലർച്ച കേട്ട് അവൾ കൂടുതൽ പേടിച്ച് കണ്ണുകൾ ഇറുക്കെ അടച്ചു നിന്നു. അത് കണ്ടതും അവളെ വിട്ട് അവൻ ചാടിത്തുള്ളി അവിടെ നിന്ന് പോയി. ആരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ കാലൻ എന്ത് കാര്യമാണ് സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്തിനാണ് അവൻ അവളോട് എപ്പോഴും ദേഷ്യപ്പെടുന്നത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. ആരോ കണ്ണുനീർ അടക്കി പിടിച്ച് അഗ്നിയുടെ പുറകെ ഹാളിലേക്ക് നടന്നു. അഗ്നി വന്ന് ഡൈനിങ് ചെയറിലിരുന്നു. അവന് പുറകെ തന്നെ ആരുവും വന്ന് അവൻ്റെ മുന്നിലിരുന്നു. രണ്ടുപേരും പ്രാതൽ കഴിച്ചു. കഴിക്കുന്നതിനിടയിൽ ഒരു നിമിഷം അഗ്നി അവളെ നോക്കി നിന്നു.
അവൾ അപ്പോഴും ഫുഡിൽ തന്നെയാണ് കോൺസെൻട്രേഷൻ. അത് കണ്ടതും അവനിൽ ദേഷ്യം മുന്നിട്ട് നിന്നു. പിന്നെ പെട്ടെന്ന് അവനൊന്നും പറയാതെ എഴുന്നേറ്റ് പോയി. ആരു അത്ഭുതത്തോടെ അവനെ നോക്കിക്കൊണ്ടിരുന്നു. ആരു അവിടെയിരുന്നു ഇനി താൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട്. അവൾ തൻ്റെ മുറിയിലേക്ക് പോകണോ അതോ ഇവിടെ തന്നെ ഇരുന്ന് ആ കാലൻ വരുന്നത് വരെ കാത്തിരിക്കണോ? ആരു ഒരുപാട് നേരം അവിടെ ഇരുന്നു. പക്ഷെ അത്രയും സമയമായിട്ടും അഗ്നി വരാത്തതായപ്പോൾ അവൾ എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് പോയി. അവൾക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. ചെറുപ്പം മുതലേ ഒറ്റയ്ക്കാണെങ്കിലും ഇതറിയാത്തൊരു സ്ഥലമല്ലേ, അതുകൊണ്ട് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അവൾക്ക്. കിച്ചുവിനെയും കണ്ടില്ല. ഇനി കിച്ചുവിനെ ആ കാലൻ വേദനിപ്പിക്കാൻ ഇടവരരുതേ ഈശ്വര. അവൾ നിശബ്ദമായി പ്രാർത്ഥിച്ചു. അഗ്നി അവനെ എന്തെങ്കിലും ചെയ്തോ? ആരുവിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരാതിരുന്നില്ല. അത് ഓർക്കും തോറും അവളുടെ ഹൃദയം വേദനിക്കാൻ തുടങ്ങി. അഗ്നി ഹാളിൽ നിന്നും നേരെ തൻ്റെ മുറിയിലേക്ക് വന്ന് ദേഷ്യത്തോടെ ഒരു ഫ്ലവർ വേസ് എടുത്ത് തറയിലേക്ക് എറിഞ്ഞു. അത് ചിന്നിച്ചിതറി. ആ നിമിഷം അവൻ്റെ മനസ്സിൽ ആരുവിൻ്റെ നിഷ്കളങ്കമായ കണ്ണുകളായിരുന്നു തെളിഞ്ഞു വന്നത്. അഗ്നി അപ്പോൾ ആ സ്വയം പറഞ്ഞു, എൻ്റെ മുന്നിലുള്ള ഈ നിഷ്കളങ്കമായ പെൺകുട്ടി തന്നെയാണോ നിന്റെ യഥാർത്ഥ സ്വഭാവം? അതോ ഇതെല്ലാം നിന്റെ അഭിനയമാണോ? അവളെ ഓർക്കും തോറും അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അഗ്നി തലയൊന്ന് കുടഞ്ഞു. എന്നിട്ട് ദീർഘമായൊന്ന് നിശ്വാസമെടുത്ത് ഓഫീസിലേക്ക് പോയി. ആരും ഇപ്പോഴും ചിന്തകളിൽ മുഴുകിയിരിക്കുന്നു. അവളുടെ മനസ്സിൽ പലവിധ ചിന്തകളും കടന്നു വന്നു. തൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്? ഈ രാക്ഷസൻ എന്നെ സ്നേഹിക്കില്ല എന്നുറപ്പാണ്. ഇനിയും എനിക്ക് വേദന മാത്രമാണോ ദൈവമേ വിധിച്ചിട്ടുള്ളത്? അവൾ ഓരോന്നോർത്ത് വിഷമിച്ചിരുന്നു. ആ സമയത്താണ് കിച്ചു അങ്ങോട്ടേക്ക് വന്നത്. അവൻ അവളെ കണ്ട് ഞെട്ടിപ്പോയി. ചേച്ചി, ഇതുവരെ വസ്ത്രം മാറിയിട്ടില്ല? ഈ വസ്ത്രം ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടോ? അവനൊരു നിമിഷം ഓർത്തു. എന്നാൽ കിച്ചുവിനെ കണ്ടപ്പോൾ ആരുവിന് ആശ്വാസം തോന്നി. അവൾ പതുക്കെ അവനോടായി പറഞ്ഞു, നീ എവിടെയായിരുന്നു? ഇതുവരെ നിന്നെ ഞാൻ കണ്ടില്ലല്ലോ. നിന്നെ വീണ്ടും ആ കാലൻ വേദനിപ്പിച്ചുവോ എന്ന് കരുതി ഞാൻ. ഇല്ല ചേച്ചി, സാർ ഓഫീസിലേക്ക് പോയി. അപ്പോൾ സാറിൻ്റെ ലാപ്ടോപ്പൊക്കെ കാറിൽ വയ്ക്കാൻ പോയി. അതാ എന്നെ കാണാതിരുന്നത്. ആരും അത് കേട്ട് ഞെട്ടിപ്പോയി. എന്താ കിച്ചു നീ പറഞ്ഞത്? അവൻ പോയി എന്നോ? അപ്പം എന്നെ കൊണ്ട് പോയില്ലല്ലോ അയാൾ. കിച്ചു അത്ഭുതത്തോടെ അവളെ നോക്കി. ചേച്ചി എന്തിനാ സാറ് കൊണ്ടുപോകുന്നത്? സാർ ഓഫീസിലേക്കാണ് പോയത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ കാലൻ എന്നെ ഒരുക്കി നിർത്തിയത് എന്തിനാ? ഇത്രയും സമയം കൊണ്ട് ആ ചെകുത്താൻ പകുതി ഭാഗമില്ലാത്ത ഡ്രസ്സ് ഇടിയിച്ച് എന്നിട്ട് അയാൾക്ക് എന്ത് കിട്ടി? ആരു ദേഷ്യത്തോടെയും വിഷമത്തോടെയും പറഞ്ഞു. ചേച്ചി, നമ്മുടെ സാർ അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഭാര്യയെയും സോഷ്യൽ മീഡിയയിൽ കാണിക്കണമെന്ന ആഗ്രഹമുണ്ടാകും. അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളെ ഇത്ര നന്നായി ഒരുക്കിയത്. ചേച്ചിക്ക് ഫോണില്ലേ? കിച്ചു സംശയത്തോടെ ചോദിച്ചു. എൻ്റെ കയ്യിൽ ഫോണില്ല കിച്ചു. നീ ഒന്ന് പുറത്തു പോകുമോ? എനിക്ക് ഡ്രസ്സ് മാറണം. അവൾക്ക് അത്രത്തോളം അൺകംഫർട്ടബിൾ ആയിരുന്നു ആ ഡ്രസ്സ്. കിച്ചുവിന് അവളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന്. അവൻ പിന്നെ ഒന്നും പറയാതെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ അഗ്നി ഓഫീസിലും. ആരുവിൻ്റെയും അഗ്നിയുടെയും ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കും?